മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് മാതാപിതാക്കള് ഒരിക്കലും മക്കളോട് പറയാൻ പാടില്ലാത്ത 5 കാര്യങ്ങളും പറയേണ്ട 4 കാര്യങ്ങളെ കുറിച്ചുമാണ്. പറയാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾ പിന്നെ ഒരിക്കലും നന്നാവുകയില്ല, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമെന്നുള്ളതാണ്. എന്നാൽ പറയേണ്ട 4 കാര്യങ്ങൾ മക്കളോട് പറഞ്ഞാൽ നിങ്ങളെ മക്കൾക്ക് വലിയ ഭാവി ഉണ്ടാകും, നിങ്ങളെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുമെന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരും ആ ഹംദൊന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മളെയൊക്കെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ 2 മലക്കുകൾ വന്നിട്ട് നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ 2 മലക്കുകളുടെ പേരെന്താണ്? അറിയുന്നവര് കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മൾക്ക് അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ് നമ്മളെ മക്കള്. ആ മക്കളോട് പറയാൻ പാടില്ലാത്ത 5 കാര്യങ്ങളും പറയേണ്ട 4 കാര്യങ്ങളെ കുറിച്ചുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മളെ മക്കള് എന്ന് പറയുന്നത്. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവർക്കൊക്കെ നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ, നിന്റെ ഖജനാവിൽ നിന്ന് ഓശാരമായി നൽകണേ അല്ലാ. അപ്പൊ മക്കള് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. മക്കളെ കുറിച്ച് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. നമ്മളെ ദുനിയാവിലെ ഭംഗി എന്ന് പറയുന്നത് അത് നമ്മളെ മക്കളും നമ്മളെ സമ്പത്തുമാണ്. അപ്പൊ മക്കള് വേണം, അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. മക്കളില്ലെങ്കിൽ അത് വല്ലാത്ത ഒരു വിഷമവുമാണ്. എന്നാൽ മക്കളെ കുറിച്ച് റസൂലുള്ള ഇങ്ങനെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്വബിയു അമാനത്തുൻ ഇൻദ വാലിദൈഹി. മക്കൾക്ക്, മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകിയ സൂക്ഷിപ്പ് സ്വത്താണ് മക്കള്. അള്ളാഹു നമ്മളുടെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട സ്വത്താണ്, നിധിയാണ് മക്കൾ എന്ന് പറയുന്നത്. എങ്ങനെയാണോ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചത് ആ രൂപത്തിൽ തന്നെ മക്കളെ തിരിച്ച് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മൾ കൊടുക്കണം. അള്ളാഹു നമ്മൾക്ക് മക്കളെ എങ്ങനെ തന്നത്? യാതൊരുവിധ കറകളുമില്ലാതെ നല്ല മനസ്സോടെ, നിഷ്കളങ്ക മനസ്സോടെയാണ് അള്ളാഹു മക്കളെ നമ്മളെ ഏൽപ്പിച്ചത്. ആ രൂപത്തിൽ തന്നെ മക്കളെ തിരിച്ച് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് റസൂലുള്ള നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മക്കളുടെ വളർച്ചക്ക്, മക്കളുടെ ആത്മീയമായ പുരോഗതിക്ക് മാതാപിതാക്കൾ കഷ്ടപ്പെടേണ്ടതുണ്ട്, പ്രയത്നിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ പ്രസവിച്ചു എന്ന നിലക്ക് നമ്മളെ ബാധ്യത തീരുന്നില്ല. മക്കൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ നമ്മളെ ബാധ്യത തീരുന്നില്ല. മക്കൾക്ക് നല്ല വീട് നിർമ്മിച്ചു കൊടുത്താൽ നമ്മളെ ബാധ്യത തീരുന്നില്ല. മക്കൾക്ക് നല്ല വിവാഹം കഴിച്ചു കൊടുത്തു എന്നതുകൊണ്ട് നമ്മളെ ബാധ്യത തീരുന്നില്ല. മക്കളുടെ ആത്മീയമായ പുരോഗമനത്തിന് വേണ്ടി നിരന്തരമായി രക്ഷിതാക്കൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, കഠിനാധ്വാനം ചെയ്യണം. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരട്ടെ. ഇനി നമ്മളെ മക്കളോട് നമ്മൾ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോളൂ. നീ ഒരിക്കലും നന്നാവില്ല. നീ ഒരിക്കലും നന്നാവില്ല എന്നുള്ള വാക്ക് മക്കളോട് നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താ? മാതാപിതാക്കളെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടുകയില്ല എന്നുള്ളതാണ്. നമ്മളെ മക്കളോട് നമ്മൾ പറയാണ്. മക്കൾ ചിലപ്പോൾ വല്ല കുരുത്തകളും കാണിച്ചിട്ടുണ്ടാകും, വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടുണ്ടാകും. ആ സമയത്ത് മക്കളോട് പറയാണ്, നീ ഒരിക്കലും നന്നാവില്ല. റബ്ബെങ്ങാനും അത് സ്വീകരിച്ചാൽ എൻ്റെ ഉമ്മ, പിന്നെ നമ്മളെ മക്കള് ഖിയാമത്ത് നാൾ വരെ നന്നാവുകയില്ല.
ഏത് മജ്ലിസിൽ പങ്കെടുത്താലും ഏത് ഉസ്താദ് ദുആ ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കൂല. കാരണം എന്താ? ഉമ്മ ദുആ ചെയ്തിട്ടുണ്ട്, നീ ഒരിക്കലും നന്നാവൂലാന്ന്. അങ്ങനെ ഒരിക്കലും മക്കളോട് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാവൂല. മക്കളോട് പറയാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം, എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധയോടുകൂടെ കേൾക്കണം. പ്രത്യേകിച്ച് ഉമ്മമാര് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. രണ്ടാമത്തെ കാര്യം, നീ നശിച്ചു പോകും, നീ നശിച്ച് പണ്ടാരടങ്ങുമെന്ന് ദേഷ്യം വരുമ്പോൾ അല്ലാതെയും മക്കളോട് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തിലായി നമ്മളെ മക്കൾ മാറും, പിന്നെ തമ്മാടികളായി മാറുകയാണ്. നമ്മളെ മക്കളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ട് മക്കളോട് നീ നശിച്ചു പോകും, നശിച്ചു പണ്ടാരടങ്ങുമെന്ന് ഒരിക്കലും പറയരുതേ ഉമ്മ, പറയരുതേ ഉപ്പ. മൂന്നാമത്തെ കാര്യം, നിനക്കൊന്നും ഒരു ഭാവിയുമില്ല, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിനക്കൊരു ഭാവിയില്ല. നീ കച്ചവടം ചെയ്യാന്ന് ഉമ്മാനോട് പറഞ്ഞ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ലടാ, നീ ഞാൻ ജോലിക്ക് പോവുകയാണ് ഉമ്മ എന്ന് പറഞ്ഞ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ലടാ എന്ന് മക്കളോട് പറഞ്ഞാൽ മക്കളുടെ ഭാവി നഷ്ടമാകും. ഒരു ഭാവിയും പിന്നെ ആ മക്കൾക്ക് ഉണ്ടാവൂല. അതുകൊണ്ട് നിനക്കൊന്നും ഒരു ഭാവി ഇല്ലടാ എന്നുള്ള വാക്ക് മക്കളോട് ഒരിക്കലും രക്ഷിതാക്കൾ പറയാൻ പാടില്ല. നാലാമത്തെ കാര്യം, നീ ജനിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ചില രക്ഷിതാക്കള് മക്കളോട് അങ്ങനെ പറയുന്നതായി കാണാം. ചിലപ്പോ ദേഷ്യം വന്നിട്ട് പറയായിരിക്കും, എന്തെങ്കിലും പ്രയാസം വരുമ്പോ മക്കളോട് അങ്ങനെ പറയുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്, നീ ജനിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത്. അങ്ങനെ മക്കളോട് ഒരിക്കലും ഉമ്മ പറയരുത്. ആ മക്കൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും, മക്കൾക്ക് ആയുസ് ഉണ്ടാകൂല. മക്കളൊക്കെ യാത്ര പോകുന്ന സമയത്തെങ്ങാനും രക്ഷിതാക്കൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല അപകടത്തിലും മക്കൾ പെട്ടുപോകും. അതുകൊണ്ട് ആ വാക്ക് മക്കളോട് പറയരുത്. അള്ളാഹു തന്നതാണ്, അല്ലെ, അല്ല തന്നതാണ്. എത്രയോ രക്ഷിതാക്കള്, എത്രയോ ഭാര്യ ഭർത്താക്കന്മാര് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. നമ്മൾക്ക് അള്ളാഹു തന്നില്ലേ, മക്കളെ തന്നില്ലേ, ഇനി ആ മക്കൾ ജനിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കാനോ അതല്ലെങ്കിൽ പറയാനോ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. അള്ളാഹുവെ, ഞങ്ങളെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ല. ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ അല്ല. ജീവിത വിജയം നൽകണേ അല്ല. ഞങ്ങളെ മക്കൾക്ക് നീ സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ. റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ. അതുപോലെ തന്നെ മക്കളോട് പറയാൻ പാടില്ലാത്ത അഞ്ചാമത്തെ കാര്യം, നിന്നെ അള്ളാഹു ശിക്ഷിക്കട്ടെ. അങ്ങനെ മക്കളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മളെ മക്കൾ ചെയ്യുക. ആ മക്കൾ കള്ളുകുടിയിലേക്ക് പോകും, ആ മക്കൾ കഞ്ചാവിലേക്ക് പോകും, ആ മക്കൾ വ്യഭിചാരത്തിലേക്ക് പോകും, ആ മക്കൾ കളവ് നടത്താൻ പോകും. എന്റെ ഉമ്മ പറഞ്ഞിക്കണു, എന്താ അമ്മ പറഞ്ഞത്? നിന്നെ അള്ളാഹു ശിക്ഷിക്കട്ടെ എന്ന്. അള്ളാഹു ശിക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ ആ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മളോട് വല്ല കുരുത്തങ്ങളും കാണിച്ചിട്ടുണ്ടാവും, നമ്മളോട് വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എടുത്തേക്ക് ഉമ്മ പറയാ നിന്നെ അള്ളാഹു ശിക്ഷിക്കട്ടെ എന്ന്. അപ്പൊ അത് മാത്രല്ല മക്കൾ പിന്നെ ചെയ്യാ, കുടുംബത്തിൽ മാത്രമല്ല തെമ്മാടിത്തരത്തിലേക്ക് പോകും, കള്ളുകുടിയിലേക്ക് പോകും, വ്യഭിചാരത്തിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആറാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ മക്കളെ ഒരിക്കലും നമ്മൾ അപമാനിക്കാൻ പാടില്ല. ചില രക്ഷിതാക്കൾ ചെയ്യുന്നതാണ്, നിനക്കൊരു ബുദ്ധി ഇല്ലടാ, നിനക്ക് ബുദ്ധി ഇല്ലടാ എന്നൊക്കെ പറയും. പരീക്ഷയിൽ ചിലപ്പോ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ മക്കളോട് പറയാ നിനക്കൊരു ബുദ്ധി ഇല്ലടാ, നിനക്കൊരു ബുദ്ധി ഇല്ല എന്ന് മക്കളോട് പറയാൻ പാടില്ല. നമ്മൾ പ്രസവിച്ച കുട്ടികളല്ലേ, ചിലപ്പോ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും. അതിനെന്തിനാ മക്കളെ നമ്മൾ അപമാനിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിന്നെ ഒന്നിനും കൊള്ളൂല, നീ ഒന്നിനും കൊള്ളാത്തവനാണ്. അപ്പുറത്തെ കുട്ടിയെ കണ്ടില്ലേ, അയൽവാസിയെ കുട്ടിയെ കണ്ടില്ലേ, ജ്യേഷ്ഠന്റെ കുട്ടിയെ കണ്ടില്ലേ, നീ എന്തായി ഇങ്ങനെ, നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ മക്കളോട് രക്ഷിതാക്കൾ പറയാറുണ്ട്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടാകും. അപ്പൊ സ്വന്തം മക്കളോട് പറയാ നീ ഒന്നിനും കൊള്ളാത്തവനാണ്. അയൽവാസിയെ കുട്ടിയെ കണ്ടില്ലേ, ജ്യേഷ്ഠന്റെ കുട്ടിയെ കണ്ടില്ലേ, അപ്പുറത്തോന്റെ കുട്ടിയെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ അപമാനിക്കുക. അങ്ങനെ ഒരിക്കലും സ്വന്തം മാതാപിതാക്കൾ മക്കളോട് പറയാൻ പാടില്ല. ആ വേദന മക്കൾക്ക് സഹിക്കാൻ കഴിയൂല. കൂട്ടുകാർ പറഞ്ഞ മക്കൾക്ക് സഹിക്കാൻ പറ്റും, അയൽവാസികൾ പറഞ്ഞാലും സഹിക്കാൻ പറ്റും, അധ്യാപകർ പറഞ്ഞാലും സഹിക്കാൻ പറ്റും. കുറച്ചൊക്കെ അധ്യാപകരും അങ്ങനെ മക്കളോട് പറയാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ നാവിൽ നിന്ന് മക്കൾ അത് കേട്ട് കഴിഞ്ഞാൽ ആ അപമാനം ഒരിക്കലും മക്കൾക്ക് സഹിക്കാൻ പറ്റൂല. ഉമ്മ പറയാ നിനക്ക് ബുദ്ധിയില്ലടാ, നിന്നെ ഒന്നിനും കൊള്ളൂലടാ. സുബ്ഹാനല്ലാഹ്, ആത്മഹത്യയിലേക്ക് വരെ ആ മക്കൾ പോകാൻ സാധ്യതയുണ്ട്, തിന്മയിലേക്ക് ആ മക്കൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ
ഇത്തരം സംസാരങ്ങള് മക്കളോട് രക്ഷിതാക്കൾ പറയാൻ പാടില്ല. പിന്നെ എന്താണ് രക്ഷിതാക്കൾ മക്കളോട് പറയേണ്ടത്? ഒന്നാമത്തെ കാര്യം, നിന്നെ അള്ളാഹു സ്വാലിഹാക്കട്ടെ, നിന്നെ അള്ളാഹു നന്നാക്കട്ടെ, നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു മനുഷ്യനാക്കട്ടെ എന്നാണ് മക്കളോട് പറയേണ്ടത്. എത്ര തെറ്റുകൾ ചെയ്താലും മക്കളോട് പറയാ, നിന്നെ അള്ളാഹു സ്വാലിഹാക്കട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യാ, റബ്ബേ എന്റെ കുട്ടിയെ നീ സ്വാലിഹാക്കണേ, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. രണ്ടാമത് മക്കളോട് പറയേണ്ടത്, നിനക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ. മക്കളോട് പറയാ. അപ്പൊ ആ മക്കൾക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. നല്ല ഭാവിക്ക് വേണ്ടി ആ മക്കള് പരിശ്രമിക്കും. നല്ല മാർക്കോടെ പാസ്സാകാൻ വീണ്ടും ആ മക്കള് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നല്ല ജോലി തേടി പോകും. നല്ല കച്ചവടം ചെയ്ത് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകും. അതിനെന്ത് വേണം? ഉമ്മ മക്കളോട് പറയണം, നിനക്ക് അല്ലാഹു നല്ല ഭാവി നൽകട്ടെ, നിനക്ക് അല്ലാഹു നല്ല ഭാവി നൽകട്ടെ എന്നിങ്ങനെ മക്കളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. പറയേണ്ട മൂന്നാമത്തെ കാര്യം, നിന്നെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. അതാണ് പറയേണ്ടത്. നീ പരാജയപ്പെടും, നീ ഒരിക്കലും രക്ഷപ്പെടൂല എന്നല്ല പറയേണ്ടത്. നിന്നെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഇതങ്ങ് മാതാവിന്റെ, ഉപ്പയുടെ, അതല്ലെങ്കിൽ വല്ലുപ്പയുടെ നാവിൽ നിന്ന് മക്കൾ കേട്ട് കഴിഞ്ഞാൽ വല്ലാത്ത റാഹത്തായിരിക്കും. ആ കുട്ടിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും. ആ കുട്ടി പിന്നെ വിജയത്തിന് വേണ്ടിയായിരിക്കും ആ കുട്ടിയുടെ പരിശ്രമം. അപ്പൊ എന്താ പറയേണ്ടത്? നിന്നെ അല്ലാഹു വിജയിപ്പിക്കട്ടെ, നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നാലാമത് പറയേണ്ടത്, നിന്നെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന കുട്ടിയാക്കട്ടെ, മകനാക്കട്ടെ, മകളാക്കട്ടെ. ഇതാണ് പറയേണ്ടത്. എന്നാ ആ കുട്ടി പിന്നെ 5 വക്ത് നിസ്കരിക്കും, ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കും, വിവാഹം കഴിഞ്ഞാൽ ഉമ്മാനി ഇപ്പാനി മറക്കൂല, ഖുർആൻ ഓതും. കാരണം നമ്മൾ എന്താ പറയുന്നത്? ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു നിന്നെ കൺകുളിർമയുള്ള, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കട്ടെ എന്നുള്ളത്. അപ്പൊ ദുനിയാവിലും നമ്മൾക്ക് ഉപകാരം ഉണ്ടാകും, പരലോകത്തും ആ കുട്ടി കാരണം നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും, ഹിസാബ് നമ്മൾക്ക് എളുപ്പമാകും. മക്കളെ കുറിച്ച് അള്ളാഹു പിന്നെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടൂല. കാരണം എന്താ? ആ കുട്ടി നല്ല കുട്ടിയായിട്ടുണ്ടാകും, ആ കുട്ടി സ്വർഗപ്രവേശത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള മക്കളാക്കി അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ മാറ്റി തരട്ടെ, സ്വാലിഹികളായ മക്കളാക്കട്ടെ. ഒരുപാട് രക്ഷിതാക്കൾ സങ്കടം പറയുന്നുണ്ട്, ഉസ്താദെ ഞങ്ങളെ മക്കള് വിചാരത്തിലേക്ക് പോകുന്നു, മയക്കുമരുന്നിലേക്ക് പോകുന്നു, മദ്യപാനത്തിലേക്ക് പോകുന്നു, അനുസരണയില്ല, തീരെ അച്ചടക്കമില്ല, രക്ഷിതാക്കളെ സ്നേഹിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ, 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനും പടച്ച റബ്ബിനെ സ്നേഹിക്കാനുമുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. ഒരുപാട് രക്ഷിതാക്കൾക്ക് ആ മജ്ലിസ് കൊണ്ട് സന്തോഷവും റാഹത്തും ലഭിക്കുന്നുണ്ട്, ഫലം ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും അതിൽ പങ്കെടുക്കുക. 6 മണിക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന സമയത്തെങ്കിലും ആ മജ്ലിസിൽ പങ്കെടുക്കണം, പുണ്യം നേടണം, ബറക്കത്ത് കരസ്ഥമാക്കണം, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.